എൻ്റെ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ പലരും വളരെ ലേറ്റ് ആയിട്ട് ഉറങ്ങുന്ന ആളുകളായിരിക്കും. ഞാൻ ഈ പറയുന്ന സിംറ്റംസ് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് നോക്കുക. രാവിലെ എണീറ്റ സമയത്ത് വളരെ ലേസിനെസ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. അതുപോലെ തന്നെ ഭയങ്കര മൂഡ് സ്വിങ്സ്. അതുപോലെ തന്നെ ഒന്നിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഓൾ ഡേ ഭയങ്കരമായിട്ട് ടയർഡ്നെസ് ഫീൽ ചെയ്യുക എന്നുള്ളത്. ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ബോഡിയിൽ സംഭവിക്കാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ആങ്സൈറ്റി, സ്ട്രെസ്സ് അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അൺറിസോൾവ് ആയിട്ടുള്ള ഫീലിങ്സ് ഒക്കെ ഉണ്ടാകുന്ന സമയത്താണ് നിങ്ങളുടെ ബോഡി നിങ്ങൾ ഭയങ്കരമായിട്ട് ഇത്തരത്തിൽ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഫസ്റ്റ് വൺ നിങ്ങളുടെ സ്ലീപ്പിംഗ് ബിഹേവിയർ ആണ്. അതായത് നിങ്ങൾ കറക്റ്റായിട്ടൊരു ടൈം സെറ്റ് ചെയ്ത് നിങ്ങൾ ആ സമയത്ത് തന്നെ ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ നൈറ്റിലായിരിക്കും നിങ്ങൾ കൂടുതലും ഓവർ തിങ്ക് ചെയ്യുക. നിങ്ങൾ കറക്റ്റായിട്ട് ഒരു സ്ലീപ്പിംഗ് റൂട്ടീൻ കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ രീതിയിൽ ഓവർ തിങ്കിങ്ങിനെ മറികടക്കാൻ വേണ്ടി കഴിയുന്നതാണ്. സെക്കൻഡ് വൺ നിങ്ങളുടെ സ്ക്രീൻ ടൈമാണ്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, സ്ട്രെസ്സോ ആൻസൈറ്റി ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ കൂടുതലും റീൽസ് ഒക്കെ അഡിക്റ്റ് ആവാൻ വേണ്ടി നോക്കും. കാരണം നിങ്ങൾക്ക് ഡോപ്പമൈൻ വീണ്ടും വേണം എന്നുള്ള ഒരു ചിന്താഗതി വരും. ആ സമയത്ത് നിങ്ങൾ കൂടുതൽ റീൽസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ ആങ്ഷ്യസ് ആവുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്ക്രീൻ ടൈം നിങ്ങൾ നിർബന്ധമായിട്ടും കുറച്ചേ പറ്റുള്ളൂ. അതായത് നിങ്ങൾ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് 1 മണിക്കൂർ മുന്നെങ്കിലായിട്ട് നിങ്ങൾ ഫോൺ മാറ്റി വെക്കാൻ ശ്രമിക്കാം. നിങ്ങൾ പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് വെച്ചാൽ വീണ്ടും നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുന്നുള്ളതാണ്. തേർഡ് വൺ നിങ്ങളുടെ അൺറിസോൾവ് ആയിട്ടുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ് നിങ്ങൾ നോട്ട് ചെയ്ത് അത് കണ്ടുപിടിച്ച് നിങ്ങൾ ജേർണലിംഗ് തുടങ്ങുക. അതായത് നിങ്ങൾക്ക് എന്തൊക്കെ സങ്കടങ്ങളുള്ളൂ അതൊക്കെ നിങ്ങൾ എഴുതി വെക്കുക. നിങ്ങൾ ചിലപ്പോൾ ഒരാളോട് പറയാൻ കഴിഞ്ഞോളന്നില്ല. നിങ്ങൾക്കൊരു മിററായിട്ട് നിങ്ങൾ ജേർണലിംഗ് തുടങ്ങുക എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ചൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. ഇനിയും നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു കൺസൾട്ടൻറ്റിനെ കാണുക എന്നുള്ളതാണ്. ഓക്കെ.